പ്രിയപ്പെട്ട സൗരങ്ങളെ, കൺഗ്രാറ്റുലേഷൻസ്. അങ്ങനെ 2026 ആദ്യത്തെ മാസം ദൈവാനുഗ്രഹത്താൽ നമ്മൾ പൂർത്തിയാക്കിയിരിക്കുന്നു. 31 ദിവസം ഈശോ നമ്മളെ കൊണ്ട് നടന്നു, നമ്മളെ അനുഗ്രഹിച്ചു, സ്നേഹിച്ചു. ഈ ഒരു മാസക്കാലം ഓർത്ത് നോക്കിയാൽ നമുക്ക് ഉണ്ടായ അനുഭവങ്ങളെല്ലാം ഓർത്ത് ചുമ്മാ ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ഈശോയെ പുതിയൊരു വർഷത്തിൻ്റെ പുത്തനൊരു മാസം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. എല്ലാം ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റുമോ അറിഞ്ഞൂടാ. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങളൊന്ന്, ഞാൻ പേഴ്സണലി എനിക്ക് കാണുന്ന ഒരു അനുഗ്രഹം, ഈശോ ഒരൊറ്റ ദിവസം പോലും മുടങ്ങാതെ വചനം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ധ്യാനങ്ങൾ നടക്കുന്നുണ്ട്, കൺവെൻഷനുകളൊക്കെ നടക്കുന്നുണ്ട്. എന്നാലും ഒരു 5 മിനിറ്റെങ്കിലും 5 മിനിറ്റ് നിങ്ങളോട് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഈ 2026 ഈശോ ഇങ്ങനെ ഒരു അവസരം ഒരിക്കലും ഓർത്ത്, ഈശോയെ താങ്ക് യു. നിങ്ങൾ ഇന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പേ ജസ്റ്റ് താങ്ക് യു. ഈശോയെ ചുമ്മാ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കും. 31 ദിവസം ഉണ്ടായത് ചിലപ്പോൾ ഇടിയും തൊഴിയും കുത്തുമായിരിക്കും, അല്ലെങ്കിൽ ഇഷ്ടം പോലെ അനുഗ്രഹത്തിൻ്റെ ഒരു കുത്തൊഴുക്കായിരിക്കും വന്നിരിക്കുന്നത്. എന്നതാണെങ്കിലും ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. പ്രത്യേകിച്ച് ഒറ്റ കാര്യം ഓർത്തേക്കണം. അതായത് മനസ്സിലേക്ക് വരുന്നൊരു വചനം ഏശയ്യാ 53:4 നന്നായിട്ട് അറിയാവുന്ന വചനമല്ലേ. നമ്മുടെ വേദനകളാണ് അവൻ ചുമന്നത്, നമ്മുടെ ദുഃഖങ്ങളൊക്കെ അവൻ വഹിച്ചു എന്നൊക്കെ പറയുന്ന വചനമില്ലേ. ശരിക്കും 31 ദിവസം എങ്ങനെ കടന്നുപോയി? ചിലപ്പോൾ വളരെ ബുദ്ധിമുട്ടിയൊക്കെ ആളുകൾ തള്ളി നീക്കിയിട്ടുണ്ടാകാം. പക്ഷേ നമ്മൾ 31 ദിവസം പൂർത്തിയാക്കി, ഒരു മാസം പൂർത്തിയാക്കി. ദാറ്റ് മീൻസ് അവൻ നമ്മുടെ വേദനകളൊക്കെ വഹിച്ചിട്ടുണ്ട്. 31 ദിവസം ഞാൻ കടന്നുപോയ, നീ കടന്നുപോയ സങ്കടങ്ങളൊക്കെ എങ്ങനെയാണ് കർത്താവ് ഇതിലൂടെ മുമ്പോട്ട് പോയെന്ന് ചിന്തിച്ചാൽ സിമ്പിളാണ്. ഈശോ നമ്മുടെ വേദനകളൊക്കെ എടുത്തുകൊണ്ട് നടന്നു. ഏശയ്യാ 53:4 വായിച്ചു നോക്കണം കേട്ടോ, അറിയാവുന്ന വചനമാണ്. എൻ്റെ വേദനകൾ അവൻ വഹിച്ചു, എൻ്റെ ദുഃഖങ്ങൾ അവൻ ചുമന്നു. നമ്മളിപ്പോൾ ഇച്ചിരി ഫ്രീ ആയിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ കുറച്ചെങ്കിലും ഒരു മാസം എങ്ങനെയെങ്കിലുമൊക്കെ പിടിച്ച് നിൽക്കുമെങ്കിൽ, ഒത്തിരി ടെൻഷൻസ് ഉണ്ടായ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ. പക്ഷേ വി കംപ്ലീറ്റഡ് 1 month. അങ്ങനെയെങ്കിൽ ഈശോ നമ്മുടെ വേദനകൾ, നമ്മുടെ ദുഃഖങ്ങൾ, നമ്മുടെ ടെൻഷനുകൾ എല്ലാം ഈശോ വഹിച്ചു. നമ്മൾ ഈ ഒരു മാസക്കാലമൊക്കെ നന്നായിട്ട് ഉറങ്ങാൻ പറ്റിയെങ്കിൽ ബി ഷുവർ നീ കിടന്നുറങ്ങിയത് ഈശോയുടെ മടിയിലാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നാളെ പുതിയൊരു മാസത്തിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഫെബ്രുവരി മാസത്തിലേക്ക് അനുഗ്രഹമായിട്ട് മാറട്ടെ. പ്രാർത്ഥിച്ചൊരുങ്ങുക. കർത്താവെ, ഒരു മാസം പോലെയല്ല, അടുത്തൊരു മാസം ഇതിലും കൂടുതൽ അഭിഷേകം, ഇതിലും കൂടുതൽ അനുഗ്രഹം, ഇതിലും കൂടുതൽ നിന്നെ സ്നേഹിക്കാൻ പറ്റട്ടെ, ഇതിലും കൂടുതൽ വചനം കേൾക്കാൻ പറ്റട്ടെ, ഇതിലും കൂടുതൽ ആരാധനയ്ക്കിരിക്കാൻ പറ്റട്ടെ. നമുക്കത് പ്രാർത്ഥിച്ചുകൊണ്ടൊരു മാസം പൂർത്തിയാക്കാം. ഈ ഒരു മാസക്കാലത്തെ, ജനുവരി മാസത്തെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്ത എല്ലാ വിശുദ്ധരുടെയും മാധ്യസ്ഥം നമ്മളെ സഹായിക്കട്ടെ. ഈശോയെ, ഈ ഒരു മാസക്കാലം എൻ്റെ കൂടെ നിന്ന് അങ്ങയുടെ വചനം കേട്ട അങ്ങയുടെ മക്കളെ, ഇവരുടെ പ്രിയപ്പെട്ടവരെല്ലാം അനുഗ്രഹിക്കണമേ. അഭിഷേകത്തിൻ്റെ, അനുഗ്രഹത്തിൻ്റെ, കൃപയുടെ ഒരു ഫെബ്രുവരി മാസത്തിലേക്ക് അങ്ങയോടൊപ്പം ഞങ്ങൾ പ്രവേശിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.